അപ്പൊ നമ്മുടെ ജീവിതത്തില് ഏത് തിന്മ കണ്ടാലും അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒരു തരത്തിലുള്ള ഹിജറയാണ്. ഹിജറ ഒരുപാട് പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കേവലം ഒരു ഹിജറ, ആ ഹിജറ നമുക്കില്ല. നമ്മളുമായി ഇസ്ലാമിന്റെ ഏത് അമലുകൾ എടുത്തു പരിശോധിച്ചാലും ആ അമലുകൾ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ബാധകമാകുന്ന നിലയിലാണ് അള്ളാഹുവിന്റെ സംവിധാനം. അതാണ് പടച്ച തമ്പുരാൻ പരിശുദ്ധ ദീനിന് പത്തര മാറ്റി നൽകി ഇത്രയും ജാജ്വല്യമാനമായ നിലയിൽ പ്രഭ പടർത്തി വിടർത്തി നിൽക്കുന്നത്. എന്തുകൊണ്ട്? ഇസ്ലാമിന്റെ ഏത് ഈ തീരുമാനങ്ങൾ ഇബാദത്ത് വന്നാലും അത് ഏത് നാട്ടുകാർക്കും ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ അതിനോട് ബന്ധപ്പെടാനും അതിന്റെ പ്രതിഫലം കരസ്ഥമാക്കാനും കഴിയും. കോടീശ്വരന്മാർക്ക് മാത്രമല്ല പള്ളി വെക്കാൻ പൈസ കൊടുക്കാൻ പറ്റൂ, കോടീശ്വരന്മാർക്ക് മാത്രമല്ലേ പെണ്ണിനെ കെട്ടിക്കാൻ പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ പാവങ്ങൾ എന്താ ചെയ്യാ? ആ പ്രതിഫലം അവർക്ക് വേണ്ടേ? അവരോട് പറഞ്ഞത്, നിനക്കൊന്നിനും കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കൈ നീട്ടുന്നവനോട് നീ ഒന്ന് പുഞ്ചിരിക്കുക, അത് സദഖയാണെന്ന് പഠിപ്പിച്ചു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം.